Hello everyone, I'm Kicha. I cook, I eat, and I'm hungry for more. Welcome to KichaTube HD. Onam has already started in my kitchen, and there are some yummy treats coming up for all of you. Today, we have a special guest with us, Nalini Auntie. No, that's not how I say it. Nalini amooma, the mother of famous food blogger Jay Menon, also known as Foodie Menon or Beef Menon. He has tasted and reviewed all the beef from different parts of Kerala. Today, Nalini amooma is going to teach me how to make traditional payasam. And there's also one more speciality about today's video. Can you all guess it? It's my 200th video. And to celebrate that, we're going to make traditional payasam because I love payasam. And it's the correct time as it's Onam. So let's get started. So, Mama, Mama, every day padiche Paal Payasam undakan. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ അമ്മ പഠിപ്പിച്ചു. Oh, nalla. So, എന്താ ഫസ്റ്റ് ചെയ്യണ്ടേ? ഫസ്റ്റ് ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. അത് ഗ്യാസ് ഓൺ ചെയ്യണ്ടേ? ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഞാൻ ചെയ്യാം. എത്ര ഹീറ്റില്? സിം ആക്കി പോകും. സിം. ഫസ്റ്റ് വെള്ളം. സിമ്മിനാണോ? വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് അരി വെച്ചിട്ടില്ലേ, കഴുകി ഏത് വെച്ചിട്ട്. അരിയാണ്? ഇത് ഉണക്കലരി, പായസത്തിൻ്റെ അരി. അതാണ് അരക്കപ്പ്. അത് തന്നെ. ഒഴിക്കുക. ഇതിൽ വേവാനായിട്ട് വെക്കുക. ഓക്കെ. ഇങ്ങനെ സെപ്പറേറ്റ് ആക്കണം. ഇതാക്കിയിട്ട് അടച്ചോളൂ. അങ്ങനെ അടിച്ചോളൂ. എത്രയാണ് അരി? അരക്കപ്പ് അരി. ഒരു പാക്കറ്റ് പാൽ. ഒരു പാക്കറ്റ്. 1/2 ലിറ്റർ. ഇത് എത്രയാ? 1/2 ലിറ്റർ. വെള്ളം ഒരു 2 കപ്പ്. ചെറിയ ഇപ്പോൾ തീ കൂട്ടാൻ ഇപ്പ് കൂട്ടി. എത്ര? ഫുള്ളി. സോ എങ്ങനെയായിരുന്നു അമ്മൂമ്മയുടെ ഓണം ഈ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് 5 ബ്രദേഴ്സ് ഉണ്ട്. 5 ബ്രദേഴ്സ്. അപ്പോൾ എല്ലാവരും കൂടി ഓണം പൂവൊക്കെ പറിച്ച് പൂവിട്ട് എൻ്റെ അമ്മ എല്ലാം ചെയ്തു തരും. സോ നിങ്ങൾ എന്താ കളികളുണ്ടോ ഓണത്തിൽ? കളിയൊക്കെ ആൺകുട്ടികൾ കളിക്കും, പെൺകുട്ടികൾ അത്രയൊന്നും കളിക്കില്ല. ഊഞ്ഞാലാടും, ഇത്ര ഇടും. ഊഞ്ഞാലാടും. ഇപ്പോൾ ഈ കുറച്ച് ചേഞ്ചസ് ഉണ്ടോ? ഭയങ്കര ചേഞ്ചസ് അല്ലേ, എല്ലാം ചേഞ്ചസ്. അങ്ങനെ പഴയ പോലെ പൂ പറിക്കേണ്ട, പൂ കാശ് കൊടുത്ത് മേടിക്കും. പക്ഷെ നമ്മൾ മുറ്റത്തു നിന്നൊക്കെ പറിച്ചെടുക്കുക പൂവ്. എത്ര വിസിൽസ്? 3 വിസിൽ വരണം. അങ്ങനെ കണക്കെന്താ? അത് വെന്ത് വരേണ്ട അരി. 3 വിസിൽ കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? അത് കഴിഞ്ഞ് സിമ്മിൽ വെക്കുക. 3 മിനിറ്റ്. 3 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് കയ്യാക്കുക. So 3 minutes simmer വെക്കണം. First you have to cook it at max heat for 3 whistles. Then you have to put it on sim for 3 minutes. That's the calculation made by amooma so that it will become perfect. And sim for 3 minutes. Amooma, ഇപ്പോൾ എന്താ ചെയ്യണ്ടേ? ഇനി ഹൈയിലേക്ക് വയ്ക്കാം. ഒരു വിസിൽ. ഒരു വിസിൽ. So let's off it. Now ഇത് വെയിറ്റ് ഊരാനായിട്ട്, അത് കൂൾ ചെയ്യാനായിട്ട് വെക്കണം. കൂളായോ? കൂളായി മോനെ തുറന്നു നോക്കാം. നല്ല മണം. എത്ര മിക്സ് ചെയ്യണം? കുറച്ച് നല്ല ഇളക്കിയിട്ട് ശ്രദ്ധ എന്താ ചെയ്യേണ്ടത്? എടുത്തിട്ട്
മാറ്റിട്ടല്ല ഉണക്കോ ഈ വേവിച്ചരിയില്ലേ ഈ വേവിച്ചരി ഈ പാലിലേക്ക് ഇടും മൂന്ന് പ്രാവശ്യം ഇട്ടിട്ട് മോനെ കാണിച്ചു മുന്നിടാമോ ഇത് കറക്റ്റ് കുക്കായല്ലോ എങ്ങനെ എവിടെയാണ് ഇത് പഠിച്ച ഈ മെത്തഡ് ഇത് അമ്മൂമ്മയുടെ അമ്മ പറഞ്ഞു തന്നു അമ്മയ്ക്ക് പ്രഷർ കുക്കറൊന്നും അറിയില്ല അമ്മ ഉരുളിയിലിട്ട് വേവിക്കും എവിടെയാണ് പ്രഷർ കുക്കർ അമ്മൂമ്മ ഈ അമ്മൂമ്മ പഠിച്ചു തന്നെ പ്രഷർ കുക്കറിൽ ഈ അമ്മ ഓ അതും പഠിച്ചു എൻ്റെ അമ്മയ്ക്ക് പ്രഷർ കുക്കറൊന്നും ഇല്ലല്ലോ സോ അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ ശരിയായി അത് കളിച്ചു ഇനി പഞ്ചസാര ഇടാം കേട്ടോ മോനെ പഞ്ചസാര എടുത്തിട്ട് ഉമ്മ കാണിച്ചു തരാം അങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് മുഴുവൻ ആഡ് ചെയ്യുന്നില്ല ഇല്ല എന്ത് കുറച്ച് ആഡ് ചെയ്തുള്ളൂ അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ഇടണം Amooma said if you put little by little, that first after it boils a lot, add little, then mix for a little while, add more, like that until everything is finished. ഇത്രയും പ്രാവശ്യം കേട്ടോ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ മധുരം മതിയോ ഒന്ന് നെക്സ്റ്റ് നെയ്യ് എടുക്കാം നെയ്യ് എടുത്തിട്ട് അതെ അതിൽ പതുക്കെ ആയിട്ട് എല്ലാ ഭാഗത്തും മിക്സ് ചെയ്യണം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഇനി ഏലക്കായ പൊടിച്ചെടുക്കണം അതെ ഏലക്കായ കുറച്ച് പഞ്ചസാരയും കൂടി ഇടിച്ചെടുക്കണം അതെന്താ വെച്ചാൽ ഏലക്കായ മുഴുവൻ അതിൽ നിന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര കിട്ടും പഠിച്ചു പോകും നല്ല സ്മെല്ല് ടേസ്റ്റ് എടുത്തോട്ടോ കൊള്ളരുത് കേട്ടോ ഊതിയിട്ട് പിടിക്കണേ കൊള്ളരുത് കേട്ടോ അമ്മമ്മ ഇത് റെഡിയായോ റെഡി ആയിട്ട് ഇപ്പൊ സെർവ് ചെയ്യാം Taste time. I think I'm forgetting somebody. അമ്മമ്മ ഞാൻ ആരും forget ചെയ്യണോ ഇപ്പൊ ഓർമ്മയുണ്ട് ജയ് മേനൻ വന്നോളൂ നമ്മൾ രണ്ട് ഫുഡീസ് ഇത് കഴിക്കാം അമ്മമ്മ ടേസ്റ്റ് ടൈമിലും എന്തോ ചെയ്തോ ഇത് എൻ്റെ സെക്ഷനാണ് So this is the Jay Menon I've been talking about. He's a famous food blogger. He's also a very big foodie. And I love food also. I'm a foodie. So he goes everywhere and he tries the beef. And that's why he's called Beef Menon. Yum. So basically, I used to have this from very early childhood. And this is almost all the time excited me. Other than beef. Mama cooked it every year? She cooks it almost every month. Really? Yeah. So basically what she does is, whenever any friend of mine comes, she makes this. That's what I know. Okay. So good. Thank you, Mama. താങ്ക് യു പറഞ്ഞ അമ്മൂമ്മ വന്ന് ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാം So, thank
you for watching my 200th episode. And I'm going to super ആണ്. ഇങ്ങനെ പോലെ എല്ലാ പ്രാവശ്യവും അതിനകത്ത് ഉണ്ടാക്കി തരാം. ഞാൻ ഉണ്ടാക്കും. നമുക്ക് രണ്ടുപേരും കൂടി ഉണ്ടാക്കാം. So all the best for your 500. You let it go to 100th episode, and you are doing a great job. Thank you. Now next time when it comes 300 episode, I'll call both of you again. Cool. Or maybe 250th. Okay, so thank you for watching KichaTube HD. Don't forget to try this out. Don't forget to subscribe, like and follow in Facebook, YouTube and Twitter to KichaTube. Bye. Happy Onam.